ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ CSKയ്ക്ക് വിജയത്തുടക്കം. RCB ഉയർത്തിയ വിജയലക്ഷ്യം 6 വിക്കറ്റ് ശേഷിക്കെ ചെന്നൈ സൂപ്പർ കിങ്സ് മറികടക്കുകയായിരുന്നു. അതേസമയം മത്സരത്തിലേക്ക് വന്നാൽ ടോസ് നേടി ബാറ്റിംഗ് എടുത്ത RCBയെ മുസ്തഫീസുർ റഹ്മാൻ പ്രതിരോധത്തിലാക്കിയിരുന്നു. പക്ഷേ RCBയുടെ രക്ഷയ്ക്കെത്തിയത് അനൂജ് റാവത്തും ദിനേശ് കാർത്തികുമായിരുന്നു. ഒരു ഘട്ടത്തിൽ 42-ന് 3 എന്ന നിലയിലേക്കും പിന്നീട് 78-ന് 5 എന്ന നിലയിലേക്കും വീണ ടീമിനെ ഇന്ന് IPL 2024 ഉദ്ഘാടന മത്സരത്തിൽ 173-ന് 6 എന്ന മികച്ച സ്കോറിലേക്ക് അവർ എത്തിക്കുകയായിരുന്നു. മികച്ച തുടക്കമായിരുന്നു RCBക്ക് വേണ്ടി ഡുപ്ലസീസ് നൽകിയത്. ആദ്യ ഓവറുകളിൽ തകർത്തടിച്ച താരം പവർ പ്ലേക്കുള്ളിൽ പുറത്താകുമ്പോൾ 23 പന്തിൽ 35 റൺസാണ് അദ്ദേഹം നേടിയത്. എന്നാൽ പിന്നീട് പട്ടിദാറിനെയും മാക്സ്വെല്ലിനെയും അടുത്തടുത്ത ഓവറുകളിൽ നഷ്ടമായത് RCBക്ക് തിരിച്ചടിയായി. ശേഷം 21 റൺസ് എടുത്ത വിരാട് കോഹ്ലിയെയും 18 റൺസ് എടുത്ത ഗ്രീനിനെയും RCBക്ക് നഷ്ടമായി. ഇതോടെ RCB 78-ന് 5 എന്ന നിലയിലേക്ക് വീണു. അവിടെ നിന്ന് 6-ാം വിക്കറ്റിൽ അനൂജ് റാവത്ത്, ദിനേശ് കാർത്തിക് കൂട്ടുകെട്ടാണ് RCBയെ മികച്ച സ്കോറിലേക്ക് നയിച്ചത്. ഇരുവരും ചേർന്ന് 95 റൺസാണ് നേടിയത്. കാർത്തിക് 38 റൺസും അനൂജ് റാവത്ത് 48 റൺസും നേടി. അതേസമയം ചെന്നൈക്ക് വേണ്ടി 4 വിക്കറ്റ് നേടി തിളങ്ങിയത് മുസ്തഫീസുർ റഹ്മാനായിരുന്നു. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ചെന്നൈക്ക് ഋതുരാജ് ഗെയ്ക്വാദിന്റെ വിക്കറ്റ് തുടക്കത്തിൽ തന്നെ നഷ്ടമായി. ക്യാപ്റ്റനായ ഋതുരാജ് ഗെയ്ക്വാദ് 15 റൺസ് എടുത്ത് മടങ്ങി. അതേസമയം രാജിൻ രവീന്ദ്ര വെടിക്കെട്ട് ഇന്നിംഗ്സ് ആയിരുന്നു മത്സരത്തിൽ കാഴ്ചവെച്ചത്. രാജിൻ രവീന്ദ്ര 15 പന്തിൽ നിന്ന് 37 റൺസ് എടുത്തു. 3 സിക്സും 3 ഫോറും അടങ്ങുന്നതായിരുന്നു രാജിൻ രവീന്ദ്രയുടെ ഇന്നിംഗ്സ്. ശേഷം വന്ന അജിങ്ക്യ രഹാനെ 27 റൺസ് എടുത്ത് പുറത്തായപ്പോൾ ഡാരിൽ മിച്ചൽ വന്നപാടെ 2 സിക്സ് പറത്തി RCBയെ ഒന്ന് ഞെട്ടിച്ചെങ്കിലും 22 റൺസ് നേടി അദ്ദേഹവും പുറത്തായി. ശേഷം ശിവം ദുബെയും രവീന്ദ്ര ജഡേജയും പുറത്താകാതെ 18.4 ഓവർ ബാക്കി നിൽക്കെ CSKയെ വിജയത്തിലെത്തിക്കുകയായിരുന്നു. ശിവം ദുബെ 28 പന്തിൽ 34 റൺസ് നേടിയപ്പോൾ ജഡേജ 17 പന്തിൽ 25 റൺസ് നേടി പുറത്താകാതെ നിന്നു. അതേസമയം RCBക്ക് വേണ്ടി കാമറൂൺ ഗ്രീൻ 2 വിക്കറ്റ് നേടിയപ്പോൾ കരൺ ശർമ്മ, യാഷ് ഡയാൽ എന്നിവർ ഓരോ വിക്കറ്റ് നേടി. എന്നിരുന്നാലും ഒട്ടും ആഗ്രഹിക്കാത്ത തുടക്കമാണ് RCBക്ക് കിട്ടിയത്.